കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തകർന്നു വീണ ക്ലോക്ക് ടവറിന്റെ അപകടാവസ്ഥയിലുള്ള ഭാഗങ്ങൾ പൊളിച്ചുമാറ്റാനുള്ള പ്രവൃത്തികൾ തുടരുന്നു. 2-3 ട്രാക്കുകൾ വഴി ഇന്നും ട്രെയിൻ ഓടില്ല. അപകടാവസ്ഥയിലുള്ള കോൺക്രീറ്റ് ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ 2-3 ട്രാക്കുകളിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ. ടവർ ഇന്ന് പൂർണ്ണമായും പൊളിച്ചു മാറ്റാനാണ് ശ്രമിക്കുന്നത്. ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവി അടക്കം വിലയിരുത്താനുള്ള CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കമുണ്ടായ വീഴ്ച യോഗത്തിൽ പരിശോധിക്കും. അതുല്യ രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. അതുല്യ, നമുക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അടക്കം ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഈ ഒരു തോൽവിയും വിമർശനങ്ങളടക്കം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ചേരുന്ന CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ ഒരു കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി അടക്കം വിലയിരുത്തും എന്നതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചയും ഈ യോഗം പരിശോധിക്കാനാണ് സാധ്യത. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, 3 ദിവസങ്ങളിലായാണ് ഡൽഹിയിൽ ഈ കേന്ദ്ര കമ്മിറ്റിയുടെ യോഗം ചേരുന്നത്. നേരത്തെ പലതവണയായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയും യോഗം ചേർന്നിരുന്നു. ഇപ്പോൾ ഈ കേരളത്തിലും അതുപോലെ തന്നെ ബംഗാളിലും തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം, അതുപോലെ തന്നെ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം CPM പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ പോയിരുന്നു. അപ്പോൾ കേരളത്തിലുണ്ടായ അപ്രതീക്ഷിത തോൽവി, അതുപോലെ തന്നെ ബംഗാളിലെ CPIMന്റെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി, ഇത് സംബന്ധിച്ച ചർച്ചകളായിരിക്കും ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രധാനമായും നടക്കുക. സംസ്ഥാന ഘടകം, അതായത് കേരളത്തിലെ തോൽവി സംബന്ധിച്ച് സംസ്ഥാന ഘടകം തയ്യാറാക്കിയ ഒരു അവലോകന റിപ്പോർട്ടുണ്ട്. ആ അവലോകന റിപ്പോർട്ടിന്മേലായിരിക്കും, അല്ലെങ്കിൽ ആ അവലോകന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ചർച്ചകൾ നടക്കുക. പ്രധാനമായും ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ, അതുപോലെ തന്നെ വിമത ശല്യം, നമുക്കറിയാം കണ്ണൂരിൽ തന്നെ 2 ഇടങ്ങളിൽ വിമതർ പാർട്ടിക്കെതിരെ മത്സരിച്ച് ജയിച്ചിരുന്നു. അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ G. സുധാകരൻ മത്സരിച്ച MLA ആയി. ഇത്തരത്തിൽ ഏറ്റവും ശക്തമായ സീറ്റുകളിൽ പോലും CPIMന് വിമതർ ഉണ്ടാകുന്നു. മാത്രമല്ല ആ വിമതർക്ക് ജയിക്കാൻ സാധിക്കുന്നു എന്നതിനെ വളരെ ഗൗരവമായി തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയും കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച, അതിനെക്കുറിച്ച് കീഴ്ഘടകങ്ങൾ ഉയർത്തിയ അഭിപ്രായം സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല എന്നൊരു വിമർശനം ഉയർന്നു വന്നിരുന്നു. കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പല നിർദ്ദേശങ്ങളും ഈ സംസ്ഥാന ഘടകം സമർപ്പിച്ച അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല എന്ന വിമർശനം, അതും ഈ യോഗത്തിൽ ചർച്ചയാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ, അതായത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്ത് തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പലയിടത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ജനസമ്മതി കുറഞ്ഞു വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിലെ സംസാര ഭാഷ അല്ലെങ്കിൽ ശരീര ഭാഷ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി, ഇവയെല്ലാം തന്നെ വലിയ രീതിയിൽ വിചാരണയ്ക്ക് വിധേയമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും. അദ്ദേഹത്തിൻ്റെ ഭാഷ, അതുപോലെ തന്നെ ശൈലി, ഇവയെല്ലാം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് കേന്ദ്ര കമ്മിറ്റി ഇന്ന് വിലയിരുത്തും. അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ തെറ്റുതിരുത്തൽ രേഖ, അതും ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കും. ഈ കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ, അതായത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ പങ്കെടുത്ത പോളിറ്റ് ബ്യൂറോയിലൊരു തെറ്റുതിരുത്തൽ രേഖ തയ്യാറാക്കിയിരുന്നു.
വലിയ രീതിയിൽ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനൊരു മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു തെറ്റുതിരുത്തൽ രേഖയ്ക്കാണ് അന്ന് രൂപം നൽകിയത്. അതിൽ സംസ്ഥാന ഘടകം നൽകിയ അവലോകന റിപ്പോർട്ട് അതുപോലെ തന്നെ സംസ്ഥാന ഘടകത്തിലും ഒരു തെറ്റുതിരുത്തലിന് നേതൃത്വം തയ്യാറായിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് പോളിറ്റ് ബ്യൂറോ ഒരു തെറ്റുതിരുത്തൽ രേഖയ്ക്ക് രൂപം നൽകിയത്. അതിനും ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകും. പ്രധാനമായും നേതാക്കൾക്ക് പാർലമെൻ്ററി മോഹം വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കേന്ദ്ര കമ്മിറ്റി പറയുന്നത്, തെറ്റുതിരുത്തൽ രേഖയിലടക്കം പറയുന്നത്. മാത്രമല്ല കീഴ്ഘടകങ്ങളിൽ പ്രവർത്തനം ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കൂടി എടുക്കുന്ന രീതിയിലേക്ക് പാർട്ടി പോകണം എന്നുള്ള രീതിയിലാണ് ഈ തെറ്റുതിരുത്തൽ രേഖ വരുന്നത്. ഈ തെറ്റുതിരുത്തൽ രേഖയിന്മേലും ചർച്ചയും അതുപോലെ തന്നെ അംഗീകാരവുമെല്ലാം ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPIM കേന്ദ്ര കമ്മിറ്റിയിലെ നേതൃമാറ്റ ചർച്ചകളാണ്. എന്തായാലും ഇക്കുറി നടക്കുന്ന യോഗത്തിൽ, അതായത് ഈ 3 ദിവസത്തെ യോഗത്തിൽ നേതൃമാറ്റം ചർച്ചയാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും നിലവിൽ ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് യോഗം ചേർന്നിരിക്കുന്നത്. അതിൽ നേതൃമാറ്റം അത് സംബന്ധിച്ച ചർച്ചകളൊന്നും തന്നെ അജണ്ടയിലില്ല. തൽക്കാലത്തേക്ക് എന്തായാലും നിലവിലെ നേതൃത്വം തന്നെ തുടരട്ടെ എന്നുള്ളതാണ് തീരുമാനം. മാത്രമല്ല നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക്, അതായത് തെറ്റുതിരുത്തൽ പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മറ്റ് സർക്കാരിനെ കഴിഞ്ഞ സർക്കാരിൻ്റെ അടക്കം പ്രവർത്തനങ്ങൾ എങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും മുതലായ കാര്യങ്ങളിലേക്കൊക്കെയാണ് ചർച്ചകൾ നീണ്ടുപോവുക. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു നേതൃമാറ്റത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് മൊത്തം ഈ ഒരു കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ 3 ദിവസത്തെ യോഗത്തിൽ ഈ നേതൃമാറ്റം ഒരു ചർച്ചയാകില്ല. പ്രധാനമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു സ്ഥിതി വിലയിരുത്തപ്പെടും. കാരണം നമുക്കറിയാം തമിഴ്നാട്ടിലടക്കം ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല DMK-ക്കൊപ്പം തന്നെ തുടരണോ അതുപോലെ തന്നെ മറ്റ് TVK യുമായുള്ള സഖ്യത്തിലേക്ക് പോകണോ മുതലായ കാര്യങ്ങളിലും ഒക്കെ ഈ ഒരു 3 ദിവസം നടക്കുന്ന യോഗത്തിൽ ചർച്ചയാകും. ശരി, എന്തായാലും CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി അടക്കം വിലയിരുത്താൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചയടക്കം ഈ യോഗത്തിൽ പരിശോധിക്കാനും സാധ്യതയുണ്ട്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.